മക്കയിലെ ഖുറൈശികൾക്കിടയിൽ ഒരു പ്രത്യേക ആചാരമുണ്ടായിരുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ നഗരത്തിലെ തിരക്കുകളിൽ നിന്നകറ്റി മരുഭൂമിയിലെ ശുദ്ധവായുവിൽ വളർത്തുക. ഇത് കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും ശുദ്ധമായ അറബി ഭാഷാ ശൈലിയും ലഭിക്കാൻ സഹായിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് ബനൂ സാദ് ഗോത്രത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ തേടി ഒരു സംഘം സ്ത്രീകൾ മക്കയിലെത്തുന്നത്. ആ സംഘത്തിൽ ദരിദ്രയായ ഹലീമയും ഉണ്ടായിരുന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന ഒട്ടകം ക്ഷീണിതയായിരുന്നു. മാറിടത്തിൽ കുഞ്ഞിന് നൽകാൻ പാലുണ്ടായിരുന്നില്ല. മക്കയിലെത്തിയ സ്ത്രീകൾക്കെല്ലാം സമ്പന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ ലഭിച്ചു. എന്നാൽ അനാഥനായ മുഹമ്മദിനെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. കാരണം ഒരു അനാഥനെ വളർത്തിയാൽ എന്തു പ്രതിഫലം കിട്ടാനാണ് എന്നതായിരുന്നു അവരുടെ ചിന്ത. ഒഴിഞ്ഞ കൈകളുമായി മടങ്ങാൻ ഹലീമയ്ക്ക് തോന്നിയില്ല. അവർ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, മറ്റുള്ളവർക്കെല്ലാം ഓരോ കുഞ്ഞുങ്ങളെ ലഭിച്ചു, ഈ അനാഥ കുഞ്ഞിനെയെങ്കിലും എനിക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവർ കുഞ്ഞു മുഹമ്മദിനെ ഏറ്റെടുത്തു. എന്നാൽ അത്ഭുതങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. ആ കുഞ്ഞിനെ കൈകളിലെടുത്ത നിമിഷം ഹലീമയുടെ ക്ഷീണം മാറി. ഉണങ്ങിവരണ്ട അവരുടെ ഒട്ടകത്തിൻ്റെ അകിടുകൾ പാലുകൊണ്ടു നിറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടുപോയി. ഹലീമയുടെ വീട്ടിൽ ആ കുഞ്ഞെത്തിയതോടെ അവരുടെ ജീവിതം മാറിമറിഞ്ഞു. അവരുടെ ആടുകൾ കൂടുതൽ പാല് നൽകി. മണൽക്കാടായിരുന്ന അവരുടെ പറമ്പുകളിൽ പച്ചപ്പ് വിരിഞ്ഞു. ഹലീമയുടെ ഭർത്താവ് പറഞ്ഞു, ഹലീമ, നീ കൊണ്ടുവന്നതൊരു സാധാരണ കുഞ്ഞിനെയല്ല, വലിയൊരു അനുഗ്രഹത്തെയാണ്. മറ്റ് കുഞ്ഞുങ്ങളെപ്പോലെയല്ല മുഹമ്മദ് വളർന്നത്. 2 മാസം കൊണ്ട് തന്നെ അദ്ദേഹം ഇരിക്കാനും നടക്കാനും പഠിച്ചു. കളിപ്പാട്ടങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ആകാശത്തെ നോക്കി പുഞ്ചിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കൂട്ടായി ഹലീമയുടെ മകൾ ഷൈമയുമുണ്ടായിരുന്നു. 4 വർഷം ആ മരുഭൂമിയുടെ വിശുദ്ധിയിൽ അദ്ദേഹം വളർന്നു. എന്നാൽ ആ ശൈശവകാലത്ത് എല്ലാവരെയും നടുക്കിയൊരു വലിയ സംഭവം അവിടെ നടക്കാൻ പോവുകയാണ്. പ്രവാചകന്റെ ഹൃദയം മാലാഖമാർ കഴുകിയ ആ നിമിഷം. ചരിത്രത്തിലെ ആ അമ്പരപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.